ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് എനിക്കാണെങ്കിൽ ചെമ്പ് പഞ്ചായത്തിൻ്റെ ഒരു ജലോത്സവം എന്ന് പറഞ്ഞ ഒരു വേദിയിൽ നമുക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞാനതിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ ഞാനിങ്ങനെ തന്നെ ഒരുങ്ങുന്നത്. അമ്മയും ഞാനും കൂടിയുള്ള കുറച്ച് കലാപരിപാടികളാണ് ഇത്. അപ്പം ഞാനാണെങ്കിൽ കുറേ സാധനങ്ങൾ ഇന്നലെ രാത്രിയാണ് ഇവർ വിളിച്ചു പറയുന്നത്. എന്താ പറയണേ, നാളെ പ്രോഗ്രാം ഉണ്ട് ഇതുകൂട്ടെന്ന് ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞു തലേന്ന്. ഞാനാണെ ഐറ്റം പഠിച്ചിട്ടുമില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് ഞാൻ പഠിച്ചൊരു ഐറ്റം ഉണ്ടായിരുന്നു. സെമി ആയിരുന്നു ചെയ്യേണ്ടത്. അപ്പോൾ അത് തന്നെ പഠിച്ചൊരു ഐറ്റം തന്നെ ചെയ്തു കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരുക്കമാണിത്. അപ്പം ഞാനാണെ മേക്കപ്പ് സെറ്റൊക്കെ ഇന്ന് രാവിലെ പോയി മേടിച്ച്. അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം ഡ്രസ്സൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഈ തല സെറ്റ് ചെയ്യണം, കുറേ ഓർണമെൻറ്റ്സ് ഇടണം, കമ്മലിടണം, മാലയിടണം, എല്ലാം ചെയ്യണം. അതൊക്കെ കിടക്കണേ ഉള്ളൂ. അപ്പം അമ്മയാണ് കേട്ടോ എൻ്റെ ഹെൽപ്പറായിട്ട് നിൽക്കുന്നത്. അമ്മയാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ അച്ഛൻ ഇടയ്ക്കൊക്കെ വന്ന് ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചേട്ടായിയാണ് വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ മറ്റേ ലൈറ്റ് മേടിച്ചായിരുന്നു, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. നമ്മൾ ലൈറ്റ് മേടിച്ചായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒരുങ്ങി സെറ്റാവണം. അപ്പോൾ നമ്മൾ കുറേ നേരം എടുത്തു കേട്ടോ. കുറേ നേരമല്ല, നമ്മൾ സാധാരണ പോയി ഒരുങ്ങുന്നതിലും നമ്മൾ എളുപ്പം കുറേ നേരമൊന്നും എൻ്റെ വായി വന്നതാണ്. നമ്മൾ സാധാരണ പോയി ഒരുങ്ങുന്നതിലും എളുപ്പം നമ്മൾ വേഗം തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുങ്ങുന്നത് തന്നെ 10 മണിക്കാണ് തുടങ്ങിയത്. അപ്പോൾ 11 മണിക്ക് എനിക്ക് സ്റ്റേജിൽ കയറണം. ഞാനാണിപ്പോൾ തലയിലൊക്കെ കൈ വെച്ചുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഭയങ്കര ടെൻഷനല്ല, ഭയങ്കര വേഗത്തിൽ ചെയ്യുവാണ് എല്ലാം. അതുകൊണ്ട് ഞാനും കുറേയൊക്കെ കുത്തി സഹായിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരുങ്ങുന്ന സമയം നമുക്ക് ഭയങ്കര പാടായിട്ട് തോന്നും. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം അഴിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. എന്നുവെച്ചാൽ ഈ കമ്മലൊക്കെ അഴിക്കാൻ ഇത്തിരി റിസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പം അമ്മ അവിടെ നിന്ന് എനിക്ക് കുത്തി തരുവാണ്. അപ്പം അച്ഛയൊക്കെ ഇതിനിടയ്ക്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ. വന്നിട്ട് ഇതിനിടക്കൂടിയാണെങ്കിൽ എല്ലാ പൂച്ചയും എല്ലാം കൂടിയിട്ട് കാലിൻ്റെ ഇടക്കൂടി നടപ്പുണ്ട്. എനിക്കാണെങ്കിൽ ഈ സമയത്ത് ഇതെല്ലാം കൂടി കാലിൽ വരുമ്പോൾ എന്തോ കൂട്ടാട്ടോ, ദേഷ്യം വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേഗത്തിൽ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ തല ചൊറിയാണ് ഉള്ള സമയത്ത്. എന്നാൽ ചെയ്യോ, എല്ലാം കൂടി തലയിട്ട് വരുമ്പോൾ എന്തോ കൂട്ടാണ്. അപ്പോൾ തലയൊക്കെ ചൊറിയുമായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ ഇന്ന് രാവിലെ പോയി മേടിച്ചത് സംഭവം. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഒരുങ്ങി സെറ്റാവാൻ വേണ്ടി മേടിച്ചതാണ്. ഇന്ന് രാവിലെ പോയി മേടിച്ചതാണ്, അതുകൊണ്ടാണ് ഇത്രയും വൈകി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കമ്മലിൻ്റെ മാട്ടി ഇടുക കേട്ടോ. ഇപ്പം ഞാൻ കിടന്നിട്ടാണ് ചിരിക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മയോട് തല ചൊറിയുന്നുണ്ടെന്ന് പറഞ്ഞാണ്. തല നിറച്ച് പേനല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ കിടന്ന് കളിയാക്കുവാണ് കേട്ടോ സമയത്ത്. അപ്പോൾ എൻ്റെ കാലിൽ ആ കുരുപ്പുകൾ വന്ന് കയറി നാശകൂശാക്കും മിക്കവാറും. അപ്പോൾ ഞാൻ ഒരുക്കി സെറ്റായിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട്? ഇപ്പോൾ സെറ്റായിട്ടില്ല, ഇനി അൽത്തയും കൂടി ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ അൽത്ത ഇടുന്ന ഒരു ചടങ്ങാണിത്. എല്ലാവർക്കും അറിയാമല്ലോ അൽത്തയൊക്കെ ഇടാൻ. ഞാനപ്പോൾ അൽത്ത ഇടുന്ന ഫുള്ളായിട്ട് ഇട്ടു. ബ്രഷ് ഒന്നും നോക്കിയപ്പോൾ കിട്ടിയില്ല. പിന്നെ പെട്ടെന്ന് എന്തൊക്കെയോ കാണിച്ച് കൈ കൊണ്ടൊക്കെ ഇട്ടു കേട്ടോ. ഒരു വശം നോക്കുമ്പോൾ 2 കാലിലും ഒരേ കൂട്ടൊന്നുമല്ല. പിന്നെ എന്തൊക്കെയൊക്കെ കാണിച്ച് കൂട്ടിയിട്ടുള്ളത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അത് പറയണമെങ്കിൽ കുറേ വലിയ കഥകളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വീഡിയോയിൽ നമുക്ക് വലിയ കഥ പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഏറ്റവും ഇരുന്നും ചാടിയും കുത്തിയും മറിഞ്ഞൊക്കെയാണ് ഇടുന്നത്. നിങ്ങൾ ഡാൻസ് കളിക്കുന്നവരുണ്ട്, അറിയാമല്ലോ ഇതിൻ്റെ ഈ കഷ്ടപ്പാട്. പിന്നെ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ മാഷിമാരൊക്കെ ഇട്ട് തരും. അപ്പോൾ അച്ചമ്മയാണ് എനിക്ക് അൽത്ത എടുത്തു തരുന്ന ആൾ. കണ്ടോ, ഞാനിപ്പോൾ കൈ പുരട്ടുവാണെങ്കിൽ ആരൊക്കെയാണ് ഇങ്ങനെ കൈ പുരട്ടുന്നവർ? പെട്ടെന്ന് എളുപ്പം ചെയ്യാവുന്ന ഒരു പണിയാണ്. കയ്യിലോട്ടങ്ങ് എടുത്ത് ഊത്താൽ മതി, അത്ര തന്നെ നല്ല എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് കൈ കൊണ്ട് പുരട്ടുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ കാലിലൊക്കെ ഇട്ടപ്പോൾ കയ്യിൽ ഫുള്ളായി. ഞാൻ മറ്റേ വട്ടമൊക്കെ വരച്ച് ഡിസൈനൊക്കെ ഇടാമെന്നൊക്കെ ഓർത്തു. പക്ഷേ ഭയങ്കര സമയമില്ലല്ലോ നമുക്ക്. അതിൻ്റെ ഒരു സങ്കടത്തിൽ ഞാൻ വേഗം അലങ്കോലാക്കി ഇട്ടു. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മൾ സമയമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടുത്തെ ആൻറ്റീനെ അമ്മ വിളിച്ചപ്പോൾ പറയുവാണ് ആയിട്ടില്ല, ഉദ്ഘാടനം ആവുന്നേ ഉള്ളെന്ന്. എനിക്കാണെങ്കിൽ കടിച്ചു കയറാനുള്ള ദേഷ്യം വന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്തിരിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഫുള്ളൊക്കെ ഇട്ട് കൈയൊക്കെ തേച്ചിട്ട് എല്ലാവരെയും കാണിക്കുവാണ് കേട്ടോ കൊണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണ്, എന്നാൽ എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ അഴുത്ത ഇട്ടിട്ട് നിങ്ങളെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു സാധനം ഞാൻ മറന്നുപോയി, അത് ഞാൻ പറയാം. അപ്പോൾ ദേവിക്ക് ഞാൻ ദക്ഷിണ വയ്ക്കുകയാണ്. അപ്പോൾ ചിലങ്കയൊക്കെ എടുത്തു,
ഇനി കെട്ടണം. കെട്ടിയിട്ട് വേണം നമുക്കിനി അങ്ങോട്ട് പോകാൻ. അല്ല, കെട്ടിയിട്ടല്ല, ഞാൻ അവിടെ ചെന്നിട്ടാണ് കേട്ടോ കെട്ടുന്നത്. ആ കാര്യം ഞാൻ വിട്ടുപോയി. അപ്പം ഞാൻ അമ്മക്ക് ഇനി കൊടുക്കുവാണ്. എൻ്റെ കയ്യിൽ ചിലങ്കിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തു. പക്ഷെ ഒരു കാര്യം മാത്രം മറന്നുപോയി. മൂക്കൂത്തി കുത്തിയില്ല ഗൈസ്. ഞാനാണെ ഇപ്പോൾ കുറച്ച് മുമ്പ് ചേട്ടായി പറഞ്ഞപ്പോഴാണ് ഓർത്തത്. പിന്നെ പോയി വേഗം മൂക്കൂത്തിയൊക്കെ കുത്തിയിട്ടാണ് ഇറങ്ങിയത്. എൻ്റെ വായിലെ വെള്ളം പറ്റുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മൂക്കുത്തി. നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് എൻ്റെ കളക്ഷൻസ് ആണ് ഗൈസ്. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. ഇതെല്ലാം 2-3 ദിവസം എടുത്തിട്ട് കളക്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ 5-6 എടുത്ത് തന്നിട്ടുണ്ട് അമ്മ. അപ്പോൾ ഞാൻ 2 കുത്തിയിട്ടുള്ളൂ. ഓവറാക്കണ്ട, വെറുതെ എല്ലാം ഓവറാണ്. അതിൻ്റെ ഒപ്പം ഇതുകൂടി ഓവറാക്കണ്ടല്ലോ എന്നോർത്തിട്ടാണ്. പിന്നെ ഈ മേക്കപ്പ് നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ എഴുതിയ കണ്ണൊക്കെ ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല. എന്നാലും നമ്മളെക്കൊണ്ട് ഒപ്പിക്കാൻ പറ്റുന്നതൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പ്രൊഫഷണൽ ഒന്നും അല്ല ഗൈസ്. നമുക്ക് മേക്കപ്പ് മാഷ്മാരെ പോലെയൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അറിയത്തില്ല. അപ്പോൾ എനിക്ക് തന്നെ തൊണ്ടയൊക്കെ എന്തോ കിരികിരിപ്പാണ്. ഇപ്പോൾ ഒന്നാമത് ഒരു ഉണ്ണിയപ്പം ഞാൻ അവിടുന്ന് മേടിച്ചതാണ്. എൻ്റെ പൊന്നെ, അതൊരെണ്ണം കഴിച്ചതാണ്. എണ്ണയുടെയാണെന്ന് തോന്നുന്നു. തൊണ്ട ഫുള്ള് കിരികിരിക്കാണ്. മൂക്കുത്തി വെച്ചിട്ട് എന്നെ അവിടെ കിടന്ന് എല്ലാവരോടും കളിയാക്കുവാണ് കേട്ടോ. മറ്റേ പശുവിൻ്റെ മൂക്കിൽ എന്തോ പശുവിൻ്റെ മൂക്കിൽ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, എന്തോ വട്ടത്തിലൊരു സാധനം ഇടുമല്ലോ, അതാണെന്നും പറഞ്ഞ് എന്നെ കിടന്ന് കളിയാക്കൊന്നുമില്ല. അപ്പം എൻ്റെ പരിപാടി മൂക്കുത്തി വെക്കുമ്പോഴത്തേക്ക് വേദന എടുക്കുമല്ലോ, അത് നല്ല രസമാണ്. ഒരു മാഷുമാരെ കൊണ്ടൊക്കെ സാറുമാരെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇറുക്കി വെക്കും. അതുകൊണ്ടാണ് ഞാൻ ആരെക്കൊണ്ടും ഒരു മൂക്കിൽ തൊടിയിക്കുകയില്ല. ഞാൻ തന്നെയാണ് വെക്കുന്നത്. എനിക്ക് പേടിയാണ് ആരെങ്കിലും വെച്ചാൽ വല്ലതും മുറിയോ പൊട്ടുമോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ മൂക്കുത്തി വെക്കുമ്പോൾ നല്ല വേദനയാണ് കേട്ടോ. അപ്പോൾ അത് ഡാൻസ് കളിക്കുന്ന ആരെങ്കിലും ഉണ്ട്, അവർക്ക് മനസ്സിലാവും എൻ്റെ വേദന. പറയാൻ പറ്റില്ല കേട്ടോ. മൂക്ക് കുത്തുന്നേക്കാട്ടി വേദനയാണെന്ന് തോന്നുന്നു എനിക്കത്. എന്താണെന്ന് വെച്ചാൽ ആ എല്ലിട്ട് കുത്തുമ്പോൾ. അപ്പോൾ ഗൈസ്, ഞാൻ ഇനി സ്റ്റേജിൽ കയറുന്നതാണ്. സ്റ്റേജല്ല കേട്ടോ, സ്റ്റേജിൽ കയറിയിട്ടുണ്ട് ഞാൻ. സ്റ്റേജല്ല, ഇത് റോട്ടിലൊരു സംഭവം വെച്ചാണ്. എന്നാലും എവിടെ ആയാലും നമുക്ക് കളിക്കാൻ പറ്റുമല്ലോ. പിന്നെ അതുമല്ല, എനിക്ക് വളരെ വളരെ സങ്കടം വന്നൊരു കാര്യം, വളരെ ഒന്നുമല്ല, അത് അവരുടെ ഒരു കയ്യിലൊരു കുഴപ്പമാണ്. നമ്മുടെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പാട്ട് ഇടയ്ക്ക് വെച്ച് 2 വട്ടം ഞാൻ കളിച്ചു. വീണ്ടും കളിച്ചപ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ആയിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഫോണിൻ്റെ കുഴപ്പമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വെള്ളമായിരുന്നു കേട്ടോ. ഒന്നാമതാണെങ്കിൽ ഞാൻ ഇറങ്ങുന്ന ഒരു ടൈമിന് മഴ പെയ്തു. പിന്നെ മഴ പെയ്തായിരുന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. ഞാനിപ്പോൾ പാട്ട് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് കിട്ടും. അപ്പം ഞാൻ ഏതാ പാട്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ഇപ്പോൾ കളിക്കുന്നത് മറ്റേ സുഹുമോ സുഹുമോ ഞാൻ പറയാം. എനിക്കത് സുഹുമോത്ര എന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒറിജിനൽ അങ്ങനെയല്ല കേട്ടോ. ഒറിജിനൽ ഇങ്ങനെയല്ല, വേറൊരു ടൈപ്പാണ്. സുഹുമൂർത്തമ എന്നാണ് അതിൻ്റെ ഒറിജിനൽ. പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ സുഹുമോത്ര എന്നൊക്കെ പറയും. പൊട്ടത്തര വിളിച്ച് പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഗൈസ്, അമ്മ വന്നിട്ട് എന്നോടിപ്പോൾ പറഞ്ഞു തന്നു, മറ്റേ സിനിമ കമലദളം ഇല്ലേ, എനിക്ക് ഞാൻ പാട്ടിൻ്റെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല. കമലദളം ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് തെറ്റുമല്ലോ. ഇത് കമലദളം എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ പാട്ടാണ് ഞാൻ കളിക്കുന്നത്. ആ മോഹൻലാൽ പാടിയിട്ട് ഇങ്ങനെ തൊണ്ടേന്ന് ചോര വരുവോ മരിച്ചോ അങ്ങനെയൊക്കെ ചെയ്യുന്ന മരിക്കുന്ന ആ ഒരു സീനുള്ള ആ പാട്ടില്ലേ, ആ ഒരു പാട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ കളിക്കുന്നത്. അപ്പം അത് ഞാൻ കുറേ നാളായി. ഇത് കണ്ടോ, ഇപ്പോൾ സ്റ്റോപ്പായി. അപ്പോൾ ഇത് അവിടെ തന്നെയുള്ളൊരു കുറച്ച് ചേച്ചിമാരുടെ കൈകൊട്ടിക്കളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ നിന്നെ എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്പീക്കറിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പം അതിൻ്റെ പാട്ട് ഇതുകൊണ്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ ഈ ചേച്ചിമാർ എന്തോ കൈകൊട്ടിക്കളിയാണ് കേട്ടോ. അതിനകത്തൊരു അമ്മൂമ്മയുണ്ട്. അതാണ് എനിക്ക് മറ്റേ നമുക്ക് കണ്ണിന് ഇതായി പോവില്ലേ, അപ്പം അതുകൊണ്ട് അമ്മൂമ്മയൊക്കെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഞാൻ ഓർത്ത് ചേട്ടായി ഇത് സ്ലോ മോഷനിൽ ഇടുമെന്ന്. അങ്ങനെ ഇത്തിരി നന്നായിട്ട് ഇറങ്ങി വരായിരുന്നു. ഞാൻ ചാടിത്തുള്ളിയൊക്കെ നടക്കും കേട്ടോ ഇതിലൂടെ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വള്ളംകളി നടക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ പ്രാക്ടീസിലാണ് ഇവിടെയുള്ള കുറേ പേര്. ഇത് കണ്ടോ,
കാണുമ്പോൾ തന്നെ അറിയായിരിക്കും തലോടിയൊക്കെ തുഴഞ്ഞു കൊണ്ട് എന്നാ സ്പീഡാണെന്നറിയോ. അത് കണ്ടോ ദൂരത്തേട്ട് നോക്കിയാൽ കാണാം. അപ്പോൾ അവിടെയൊക്കെ കിടന്നത് ഇതിപ്പോൾ അടുത്ത ഇതിന് പോകാനുള്ളൊരു വള്ളമാണ്. അപ്പോൾ ഇതിലൂടെ വേറെ വള്ളമൊക്കെ തുഴഞ്ഞ് കിടപ്പുണ്ടായി. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനാണ് എൻ്റെ ഒരു ബുദ്ധിയിൽ, എൻ്റെ അമ്മയുടെ ബുദ്ധിയിൽ തോന്നിയ ഈ സാധനമില്ലേ, കാണാനില്ല, അതെ ഇത് ഇപ്പോൾ ഒരു ഹൗസ് ബോട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ആൾക്കാരും ഉണ്ട് കേട്ടോ. വള്ളംകളി അല്ല, ഇതിൽ എപ്പോഴും പോകുന്നതാണെന്ന് തോന്നണം അല്ലേ, എപ്പോഴും പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, ഇപ്പോഴാണ് നമ്മൾ ഈ വള്ളംകളിയുടെ ആൾക്കാർ വന്നത്. എനിക്കിത് കാണുമ്പോൾ ജെറ്റ് കിട്ടുവാണോ കിട്ടും തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. എന്നാ വെച്ചാൽ ഇവരാണ് ഇങ്ങനെ തുഴയുമ്പോഴത്തേക്ക് ഓരോന്ന് പറയും, 1 2 3 4 5 6 7. അത് വോയിസ് എടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ഡബ് ചെയ്യൂലേ, അപ്പോൾ അതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. 1 2 3 4 ഒക്കെ പറഞ്ഞാണ് പോകുന്നത്. ഇത് ഇപ്പം ദേ ഇവിടെ വള്ളം ഇത് കണ്ടു. ഇത് എന്തോ പ്രാർത്ഥിക്കുവാണോ ഗൈസ്, ഇത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം ഈ വള്ളത്തിൽ എന്തോ തുഴയുന്ന സാധനത്തിൻ്റെ പേരെന്തോ എന്തോ സുനയെന്നൊക്കെ പറയും, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അടുത്ത കൂട്ടർ അവിടെ നിന്ന് തുഴഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഇവരാണെങ്കിൽ ഭയങ്കര സ്പീഡാട്ടോ. പിന്നെ അതുപോലെ ഈ വള്ളത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളില്ലേ, ആ പൊക്കത്ത് കയറി നിൽക്കണേ, ആ ഒരാളുടെ കയ്യിലായിരിക്കും വള്ളത്തിൻ്റെ ബാലൻസ് എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നത്. ശരിയാന്ന് തോന്നുന്നു, ശരിയായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വള്ളത്തിൽ ഇങ്ങനെ തിരിച്ചൊക്കെ വിടുന്ന ആ ഒരു സംഭവമായിരിക്കും കേട്ടോ. കണ്ടോ പൊക്കത്ത് നിൽക്കണുണ്ടോ, ഒരു ചെറുത് വലുത് അതിൻ്റെ വലുത് അങ്ങനെയൊക്കെ പറയില്ല, അതുകൂട്ട് തന്നെയുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സൈസിൽ നിൽക്കുവാണ് അവർ. കണ്ടോ 3 പേരുണ്ട്, എണീറ്റ് നിൽക്കുവാണ്. അപ്പോൾ ഓരോരോ തട്ടിൽ കയറി നിൽക്കുക കേട്ടോ. തുഴയണമുണ്ട്. ഇപ്പോൾ ഇവിടെ കല്ലായതുകൊണ്ടാണ് പതിയെ പോണത്. ഇപ്പോൾ ഗൈസ് ഞാൻ അവിടെ നിന്ന് ഡാൻസ് കളിച്ചിറങ്ങി കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്താണ്, ഉണ്ണിയപ്പം. അപ്പം ഞാനിതൊന്ന് കഴിക്കാൻ പോവാണ്, അവിടെ നിന്ന് മേടിച്ചതാണ്. ഈ മൂക്കുത്തി എനിക്ക് തടസ്സമാണ് ഉണ്ണിയപ്പം കഴിക്കാൻ. പക്ഷെ എനിക്ക് ഉണ്ണിയപ്പം അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ, ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്, ചിലപ്പോഴൊക്കെ ഇഷ്ടമുള്ളൂ ഉണ്ണിയപ്പത്തിനോട്. ഈ സമയത്താണെങ്കിൽ വിശന്നിരിക്കുന്നതുകൊണ്ട് മാത്രം ഞാനത് കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തണ്ണിമത്തൻ ജ്യൂസ് മേടിച്ചു തന്നു. കളിച്ച് കുറച്ച് നേരമായില്ലേ ഇറങ്ങിയിട്ട്. അപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു തണ്ണിമത്തൻ ജ്യൂസ് എല്ലാവർക്കും മേടിച്ചു കേട്ടോ. അമ്മ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അമ്മ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ കൊന്നു കളയും കേട്ടോ. അപ്പോൾ എനിക്കാണ് നല്ല വിശപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഇനി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, എനിക്ക് ലെഗ് പീസ് കിട്ടി ഗൈസ്. എനിക്ക് തോന്നുന്നു ആ കോഴിക്ക് 4 ലെഗ് പീസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ലെഗ് പീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കാൻ പോകുന്ന ടേസ്റ്റ്. ഞാൻ നേരെ എന്തൊക്കെയൊക്കെ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. എനിക്കാണ് വിശന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അല്ലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ നിന്ന് പോകുന്നത് എന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. അച്ഛൻ അവിടെ ഇരുന്ന് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും ടാറ്റ കാണിക്കുന്നുണ്ട്. ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, അത്രയൊക്കെയാണ് എന്താ ഒരു ടാറ്റയുടെ ഒരു കാര്യം, ഒരു അർത്ഥം. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല, മറന്നു കേട്ടോ. നമ്മൾ ഡ്രസ്സ് മാറി കുറേ നേരമായി ഇപ്പോൾ വന്നിട്ട്, കുറച്ച് മണിക്കൂറായി. അപ്പം നമ്മൾ ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഭയങ്കര ഒരു നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ അനുഭവമൊക്കെ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ മൈക്ക് പോലും വെക്കാണ്ടാണ് ഗൈസ് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാ വീഡിയോസും പോയി കാണാൻ മറക്കല്ലേ. ബൈ.